വാസന്തി 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 എന്തേ തിരിഞ്ഞു നടന്നേ? എന്നെ കണ്ടിട്ടാ? നിശ്ചയത്തിന് തോമസ് സാറും കൂട്ടരും വന്നതുകൊണ്ട് ഒന്നും ചോദിക്കാനും പറയാനും പറ്റില്ല എന്നാണ് ഇവന്റെ പരാതി. ഇപ്പൊ വേണേ ചോദിച്ചോ, ഞാൻ മാറിയേക്കാം. ഞാൻ പോട്ടെ. എന്താ അത്ര ധൃതി? ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ? അത് പിന്നെ പിന്നെ ഒന്നുമില്ല, ഞാൻ പോവാ. അതെ, എന്താത്ര നാണിക്കാൻ? അമ്മ എന്നോട് ചോദിച്ചു പെണ്ണിനെ എനിക്ക് ഇഷ്ടായോന്ന്. 100 വട്ടം ഇഷ്ടായെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഇഷ്ടം അമ്മയുടെ ഇഷ്ടം. സ്ത്രീധനായിട്ട് ഒരു തരി പൊന്നു പോലെ എനിക്ക് വേണ്ട. എനിക്കുള്ള സ്ത്രീധനം വാസന്തിയാ. എന്താ സത്യമല്ലേ? വാസന്തിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടണത് ഏതൊരുത്തിന്റെ ഭാഗ്യ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ചൂടകുമാരായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താ എന്തൊക്കെയാ നീ ഇതിൽ എഴുതിയിരിക്കുന്നത്? മരിച്ചവരുടെ കണ്ണെടുത്ത് വെച്ച കാഴ്ച കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. കഥയിലും നോവലിലും ഒക്കെ അവന്മാരങ്ങനെ പറഞ്ഞു എഴുതും. എന്താ മരിക്കാൻ നേരത്തെ കാമുവിന് കണ്ണുദാനം ചെയ്ത ഒരു പെണ്ണിന്റെ കഥ ഏതോ ഒരു സണ്ണി ഇതിനകത്ത് എഴുതിയിരിക്കുന്നു. അത് കണ്ടോണ്ട് ഇവൾ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് കണ്ടോ? അതെ, മരിച്ചവരുടെ കണ്ണെടുത്ത് വെച്ച കാഴ്ച കിട്ടുവോ, കണ്ണെടുക്കാൻ എവിടെയാ എഴുതി കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാ ഞാൻ എന്നാ പറയാനാ? നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? ജീവിച്ചിരിക്കുമ്പോൾ തന്നല്ലേ നീ കണ്ണു കൊടുക്കാൻ പോണത്. പിന്നെ മരിച്ചവരുടെ കണ്ണന്വേഷിച്ച് പോണത് എന്തിനാ? നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട വാസന്തി, നിന്റെ ഒരു കാര്യം. എന്താ മോളെ ഇങ്ങനെയൊക്കെ? രാമോട്ടന് വേണ്ടി എല്ലാം മറക്കാന്ന് തീരുമാനിച്ചിട്ട് നോക്കിയേ, കാഴ്ച കിട്ടിയ ആദ്യം നിന്നെ കാണാനാ കൊച്ചേട്ട കൊതിക്കണ. നീ എന്തെന്നറിഞ്ഞ പിന്നെ കൊച്ചേട്ടൻ ജീവിച്ചിരിക്കില്ല. ചതിക്കല്ല മോളെ. നീ എന്തായി പറയുന്നേ? എന്റെ അറിവിൽ ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണെടുത്ത് അങ്ങനെ ആരും മാറ്റിവെക്കാറില്ല. അതിനായി ബാങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കണം. ദാനം ചെയ്യാവുന്ന എഴുതി കൊടുത്തിട്ടുള്ള ആരെങ്കിലും മരിച്ചാൽ അവരുടെ കണ്ണെ ട്രാൻസ്പ്ലാന്റ് ചെയ്യൂ. അപ്പൊ പിന്നെ ഓപ്പറേഷന്റെ കാര്യം ഡോക്ടറോട് സംസാരിച്ചത് തോമാച്ചൻ അവരോട് പറഞ്ഞതോ? തോമാച്ചൻ അങ്ങനെ പലതും അവരോട് പറഞ്ഞെന്നിരിക്കും. അതൊക്കെ നമ്മുടെ വെറും ഒരു പ്രകടന പത്രികയല്ലയോ? പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടത്താൻ ഇവിടെ ആർക്കെങ്കിലും പറ്റുമോ? ദിസ് ഈസ് ടു മച്ച്. ഇത്രയും ക്രൂരത ആരോടും കാണിക്കരുത്. ആ പാവത്തിന് കണ്ണു കിട്ടുന്നുള്ള ഒറ്റ വിശ്വാസത്തിലാ പിച്ച് ചീന്തിയിട്ടും ആ കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവരെ ചതിച്ചാലുണ്ടല്ലോ. ജയന്തിക്കെന്താ ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഷ? മനുഷ്യത്വം ഉള്ളതുകൊണ്ട്, ഞാനും അവരിലൊരുത്തി ആയതുകൊണ്ട്. എങ്കിലൊരു കൊടിയും പിടിച്ചിറങ്ങാമായിരുന്നില്ലേ? ഇറങ്ങിയനെ. ഞാൻ ചെല്ലുന്ന നോക്കി കാത്തിരിക്കുന്ന ഒരു കുടുംബം എനിക്കില്ലായിരുന്നെങ്കിൽ പണ്ടേ ഇറങ്ങിയനെ. അല്ലാതെ ഇങ്ങനെ വെളിപ്പുറത്ത് വരുന്ന പെണ്ണായി നിങ്ങളുടെയൊക്കെ വരുതിക്ക് നിൽക്കാൻ വരില്ലായിരുന്നു ജയന്തി. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. നീ ആരോടാ സംസാരിക്കുന്നറിയോ? അറിയാം. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കണ പൊളിറ്റിക്കൽ ക്രിമിനൽസിനോടാണെന്ന് ശരിക്കും അറിയാം. വേണ്ട, ദേ നമ്മൾ തമ്മിൽ ഒരു 25,000 രൂപയുടെ എഗ്രിമെന്റേ ഉള്ളൂ. അല്ലാതെ നിന്റെയൊക്കെ എന്ത് വൃത്തികേട് സഹിച്ച് അടിമയായിട്ട് നിൽക്കാമെന്നൊന്നും ഞാൻ ഏറ്റിട്ടില്ല. വേണ്ടടി, പറഞ്ഞ തുകയും വാങ്ങിക്കൊണ്ട് നീ ഇറങ്ങിക്കോ. നിന്റെ സേവനം ഇനി ആവശ്യമില്ല. വേണമെന്ന് പറഞ്ഞാലും ഇനി ഇവിടെ നിൽക്കില്ല. എങ്കിൽ പോടി. എന്താ വിനോദ ഇത്? ഇങ്ങനെയുള്ള എടുത്തുകാട്ടം ശരിയല്ല. എന്നെ നോക്ക്, ഭൂമി കുലുങ്ങിയാലും തോമാച്ചൻ കുലുങ്ങിയാലാ. അവള് പോട്ടെ തോമാച്ച. അല്ലേലും പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമുക്കെന്തിനാ ഇവള്? ഓ അങ്ങനെ ഗ്രാമത്തിലെ മുല്ലപ്പൂക്കൾക്ക് അടിച്ചായി അല്ലേ? യു സെഡ് ഇറ്റ്. വാസന്തിയും ലക്ഷ്മിയും അവരെ പറ്റി ഓർക്കുമ്പോ തന്നെ ഒരു ചന്ദനത്തിന്റെ സുഗന്ധമാണ്. അവരെ ഒന്നുകൂടി വിളിക്കണ്ട തോമാച്ച. റിസ്ക് ഉള്ള കാര്യമാണ്. പക്ഷേ നിന്നെ എനിക്ക് വേണമല്ലോ.
ഇവിടെ ആരും ഇല്ലേ? ഭവാനിയമ്മേ. ഓ ആരാ? ഞാനാരാമോ? ഓ മേസ്തിരിയോ? ഇരിക്ക. ഇരിക്കാനൊന്നും സമയമില്ല. 2 ദിവസം ആയല്ലോ ഭവാനിയമ്മയെ കൊണ്ട് കണ്ടിട്ട്. അമ്മയ്ക്ക് ശ്വാസം മുട്ട് കൂടുതലായോണ്ട് വൈദ്യരെ കാണാൻ പോയിരിക്കുക, മരുന്ന് വാങ്ങിക്കാൻ. ആ അതാ മുതലാളി പറഞ്ഞത്, വാസന്തിയെങ്കിലും അങ്ങോട്ട് അയക്കാൻ. മുതലാളിയുടെ കൂടെ വന്ന മന്ത്രിയുടെ മോനെ നാളെ ഡൽഹിക്ക് പോവാണത്രേ. എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോണം പോലും. കുട്ടി ഒന്ന് വേഗം വരിക. അയ്യോ, ഞാൻ അവളെയും കൂട്ടി ഇപ്പൊ തന്നെ ജവളിക്കടയിലേക്ക് പോയിരിക്കുക. അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ കുട്ടി നീ അങ്ങനെ പറയുന്നത്? നിന്റെ കല്യാണ ചെലവിന്റെ കാര്യത്തിൽ പോലും രാമുവിനെ സഹായിക്കുന്ന മുതലാളിയല്ലേ? ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. പോരുതടി, നീ കൊച്ചി മഹാരാജാവിന്റെ പെങ്ങളല്ലേ? ഉപകാരം ചെയ്യണവരോട് നന്ദി കാണിച്ചാ പത്രാസ് കുറഞ്ഞു പോയാലോ? നന്ദിയില്ലാത്ത ശവങ്ങള്. വാസന്തിയേ, എന്താ വെച്ചേട്ടാ? ഒന്നിങ്ങോട്ട് വന്നേ. എന്റെ മോളെ വീട്ടുപണിക്ക് വിടാൻ ഇഷ്ടണ്ടായിട്ടല്ല. എങ്കിലും അച്ഛൻ പറഞ്ഞ പോലെ ഉപകാരം ചെയ്യുന്നവരോട് ഉമ്മക്ക് ഇത്തിരി നന്ദി വേണ്ടേ? തുണിക്കടയിലേക്ക് ലക്ഷ്മിയും കൂട്ടി പോയിക്കോളാം. എന്റെ മോളെ ചെല്ല്. കല്യാണം അടുക്കും തോറും ചങ്ക് പിടയ്ക്ക. 4 ആളെ കൊണ്ട് മോശം പറയിപ്പിക്കാതെ അന്തസ്സായിട്ട് നിന്നെ ഇറക്കി വിടണ കൊച്ചേട്ടന്റെ മോഹം. തോമസ് സാറ് കനിഞ്ഞു വല്ലതും തന്ന. വേണ്ട, അങ്ങനെ ആരും കനിഞ്ഞിട്ട് എനിക്ക് കല്യാണം വേണ്ട. കൊച്ചേട്ടന് ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. പറയണത് അങ്ങോട്ട് കേക്ക്. കല്യാണക്കാരി മാത്രമാണോ? ആ തോമസ് സാർ ഇല്ലായിരുന്നെങ്കിൽ ഈ ജന്മത്തിൽ കൊച്ചേട്ടന് കാഴ്ച കിട്ടുന്നു തോന്നണുണ്ടോ? ഓപ്പറേഷനുള്ള എല്ലാ ചെലവും ചെയ്യാൻ നേരിട്ടിരിക്കുക നല്ല മനുഷ്യൻ. സാറിന് എന്തെങ്കിലും നമ്മളോടൊരു മുഷ്ടിൽ തോന്നിയ എന്താ നീയൊന്നും മിണ്ടാത്തെ? പോവാം കൊച്ചേട്ടാ, ഞാൻ പോവാം. എന്റെ കൊച്ചേട്ടന് കാഴ്ച കിട്ടാൻ വേണ്ടി എന്ത് വേണേ ചെയ്യാം. എനിക്കറിയാം കൊച്ചേട്ടൻ പറഞ്ഞാൽ നീ കേക്കാണ്ടിരിക്കില്ല എന്ന്. കഴുതക്കുട്ടി.